നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ രാമന്തളിയിൽ ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം നാടിനെ കണ്ണീരിലാഴ്ത്തി. കുടുംബ പ്രശ്നമാണ് മരണത്തിന് കാരണമെന്ന് നിഗമനം. പൂച്ചയെ രക്ഷിക്കുവാൻ കിണറ്റിലിറങ്ങിയ യുവാവ് കുടുങ്ങി, രക്ഷകരായി ഫയർഫോഴ്സ്. മംഗളൂരു ചെക്ക് പോസ്റ്റിന് സമീപം നിർത്തിയിട്ട ആംബുലൻസ് മോഷ്ടിച്ച് കടത്തി. സംഭവത്തിൽ 22കാരൻ പിടിയിൽ. ആരിക്കാടി ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട് തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നതായി ജില്ലാ കളക്ടർ. നിയമാനുസൃതമായി മാത്രമേ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകൂവെന്നും കളക്ടർ. കാസർഗോഡ് 15 വയസ്സുകാരനെ ആക്രമിച്ച കേസ്. 11 പേർക്കെതിരെ ഹൊസ്ദുർഗ് പോലീസ് കേസെടുത്തു. കാസർഗോഡ് കരിന്തളത്ത് വീട്ടമ്മയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം സ്വാഭാവിക മരണമെന്ന് പ്രാഥമിക നിഗമനം. 1 ലക്ഷം വളച്ചോക്കുകൾ കർഷകരിലെത്തിച്ച് കാസർഗോഡ് പടന്നക്കാട് കാർഷിക കോളേജ്. 11 മൂലകങ്ങളടങ്ങിയ വളച്ചാക്കിന് ആവശ്യക്കാരേറെ. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ രാമന്തളിയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം നാടിനെ കണ്ണീരിലാഴ്ത്തി. കുടുംബ പ്രശ്നമാണ് മരണത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. ആത്മഹത്യാക്കുറിപ്പും കണ്ടെടുത്തു. രാമന്തളിയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിന്റെ ഞെട്ടൽ മാറാതെ നാട്. വടക്കുംപാട് KT കലാധരൻ, അമ്മ ഉഷ, കലാധരന്റെ മക്കളായ ഹിമ, കണ്ണൻ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉഷയെയും കലാധരനെയും തൂങ്ങി മരിച്ച നിലയിലും കുട്ടികൾ താഴെ കിടക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയത്. കുട്ടികൾക്ക് വിഷം നൽകി 2 പേരും ജീവനൊടുക്കിയതാകാം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. വീട്ടിൽ വൈകിട്ട് ആരെയും കാണാതായതിനെ തുടർന്ന് കലാധരന്റെ പിതാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 4 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. കുടുംബ പ്രശ്നമാണ് മരണത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. കലാധരനും ഭാര്യ നയൻതാരയും തമ്മിൽ കുടുംബ കോടതിയിൽ കേസുണ്ട്. വിവരത്തെ തുടർന്ന് ജില്ലാ പോലീസ് ചീഫ് അടക്കം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. ഇതിനിടെ കലാധരന്റെ ഭാര്യയ്ക്കെതിരെ കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. കോടതി ഉത്തരവ് പ്രകാരം കുട്ടികളെ വിട്ടുകിട്ടുവാൻ നിരന്തരം ആവശ്യപ്പെട്ടുവെന്നും നിരവധി തവണ പോലീസിൽ പരാതികൾ നൽകി ബുദ്ധിമുട്ടിച്ചുവെന്നും പറയുന്നു. കുട്ടികൾ അച്ഛന്റെ കൂടെ നിൽക്കുവാൻ താൽപ്പര്യപ്പെട്ടുവെന്നും അമ്മയോടൊപ്പം കലാധരൻ വിട്ടയച്ചിട്ടും കുട്ടികൾ തിരിച്ചു വന്നുവെന്നും പറയുന്നു. ഈ പ്രശ്നങ്ങളാണ് ജീവനൊടുക്കുവാൻ കാരണമെന്നും കുടുംബം ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പൂച്ചയെ രക്ഷിക്കുവാൻ ആഴമേറിയ കിണറിൽ ഇറങ്ങിയ യുവാവ് കിണറിൽ കുടുങ്ങി. പൂച്ചയെ രക്ഷിച്ച ശേഷം കയറിൽ നിന്നും പിടിവിട്ട് കിണറിൽ വീണ യുവാവിന് രക്ഷകരായി ഫയർഫോഴ്സ് എത്തി. പെരിയ ബസാർ വില്ലാരംപതിയിലാണ് സംഭവം. പൂച്ചയെ രക്ഷിക്കുവാൻ ആഴമേറിയ കിണറിലിറങ്ങിയ യുവാവ് കിണറിൽ കുടുങ്ങി. പൂച്ചയെ രക്ഷിച്ച ശേഷം കയറിൽ നിന്നും പിടിവിട്ട് കിണറിൽ വീണ യുവാവിന് രക്ഷകരായി ഫയർഫോഴ്സ് എത്തി. പെരിയ ബസാർ വില്ലാരംപതിയിലാണ് സംഭവം. വില്ലാരംപതിയിലെ കുഞ്ഞികൃഷ്ണന്റെ മകൻ മിഥുനാണ് കിണറിൽ അകപ്പെട്ടത്. വീട്ടിലെ പൂച്ച കിണറിൽ വീണതിനെ തുടർന്ന് കയർ കെട്ടി കിണറിൽ ഇറങ്ങിയതായിരുന്നു കാർ ഷോറൂം ജീവനക്കാരനായ മിഥുൻ. പൂച്ചയെ ചാക്കിലാക്കി കയറിൽ കെട്ടി മുകളിൽ കയറ്റി. തുടർന്ന് കയറുവാൻ ശ്രമിക്കവേ പ്ലാസ്റ്റിക് കയറിൽ നിന്നും പിടിവിട്ട് 2 അടി താഴേക്ക് വീണു. പിന്നീട് കയറുവാൻ കഴിയാതെ വന്നു. ഇതോടെയാണ് ഫയർഫോഴ്സിനെ വിളിച്ചത്. കാഞ്ഞങ്ങാട് ഫയർഫോഴ്സിലെ SFRO KV പ്രകാശൻ, FRO ഡ്രൈവർ ഷാജഹാൻ, FROമാരായ ശ്രീദേവ്, ദിലീപ്, ഹോംഗാർഡ് രാഘവൻ എന്നിവരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വെള്ളമില്ലാത്ത കിണറായതിനാൽ വലിയ അപകടം ഒഴിവായതായി ഫയർഫോഴ്സ് പറഞ്ഞു. വലിയ താഴ്ചയുള്ള ഇത്തരം കിണറുകളിൽ സുരക്ഷാ ക്രമീകരണമില്ലാതെ ഇറങ്ങുവാൻ പാടില്ലെന്നും അപകടമുണ്ടാക്കുമെന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, പെരിയ. മംഗളൂരു ചെക്ക് പോസ്റ്റിന് സമീപം നിർത്തിയിട്ട ആംബുലൻസ് മോഷ്ടിച്ച് കടത്തിയ സംഭവത്തിൽ 22കാരൻ പിടിയിൽ. ഉടുപ്പി കാർക്കള സ്വദേശിയായ ഷോഡനാണ് അറസ്റ്റിലായത്. കടബയിലെ ശിരാടി സ്വദേശിയായ സുരേഷ് നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. മംഗളൂരു ഗുണ്ട്യ ചെക്ക് പോസ്റ്റിന് സമീപം നിർത്തിയിട്ട ആംബുലൻസ് മോഷ്ടിച്ച 22കാരൻ പിടിയിൽ. ഉടുപ്പി കാർക്കള സ്വദേശിയായ ഷോഡനാണ് അറസ്റ്റിലായത്. കടബയിലെ ശിരാടി സ്വദേശിയായ സുരേഷ് നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. ഈ മാസം 19-നാണ് ആംബുലൻസ് മോഷ്ടിച്ചത്.
ഒരു അപകടവുമായി ബന്ധപ്പെട്ട അടിയന്തര കോൾ പ്രതീക്ഷിച്ച് ഗുണ്ട്യ ചെക്ക് പോസ്റ്റിന് സമീപം നിർത്തിയിട്ടതായിരുന്നു. വേറൊരു ഡ്രൈവർ ഉടൻ ഓടിക്കുവാൻ എത്തുമെന്ന് അറിയിച്ചതോടെ സുരേഷ് വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് താക്കോൽ വാഹനത്തിനുള്ളിൽ വെച്ചു. 20-ന് രാവിലെ തിരിച്ചെത്തിയപ്പോൾ വാഹനം കാണാതായതായി കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ഉപ്പിനങ്ങാടി പോലീസിൽ പരാതി നൽകി. ഹാസൻ ജില്ലാ പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ പിടികൂടുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. ദേശീയപാതയിൽ ആരിക്കാടി ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട് തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നതായി ജില്ലാ കളക്ടർ പ്രത്യേക യോഗം വിളിച്ചതായാണ് വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നത്. ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. നിയമാനുസൃതമായി മാത്രമേ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാവൂവെന്നും കളക്ടർ വ്യക്തമാക്കി. വ്യാജ വാർത്തകൾ നൽകുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. കാസർഗോഡ് 15 വയസ്സുകാരനെ ആക്രമിച്ച കേസിൽ 11 പേർക്കെതിരെ ഹൊസ്ദുർഗ് പോലീസ് കേസെടുത്തു. 10ാം ക്ലാസ് വിദ്യാർത്ഥി ഇട്ടമ്മലിലെ മുഹമ്മദ് ആദിലിനെ ആക്രമിച്ചവർക്കെതിരെയാണ് കേസ്. വിദ്യാർത്ഥി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാഞ്ഞങ്ങാട് ഇട്ടമ്മലിൽ 15 വയസ്സുകാരനെ ആക്രമിച്ച കേസിൽ 11 പേർക്കെതിരെ ഹൊസ്ദുർഗ് പോലീസ് കേസെടുത്തു. 10ാം ക്ലാസ് വിദ്യാർത്ഥി അജാനൂർ ഇട്ടമ്മലിലെ അഷ്റഫിന്റെ മകൻ മുഹമ്മദ് ആദിലിനെ ആക്രമിച്ചവർക്കെതിരെയാണ് കേസ്. നിയമവിരുദ്ധമായി സംഘം ചേരൽ, തടഞ്ഞുവയ്ക്കൽ, കയ്യേറ്റം ചെയ്യൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകവേ ഇട്ടമ്മലിൽ വെച്ച് ആക്രമിച്ചതായാണ് പരാതി. ഫുട്ബോൾ കളിക്കിടെയുണ്ടായ പ്രശ്നമാണ് ആക്രമണത്തിന് കാരണം. 10ഓളം വരുന്ന സംഘം വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. മുഖത്തും കൈക്കും അടിക്കുകയും താഴെയിട്ട് ചവിട്ടി പരിക്കേൽപ്പിച്ചുവെന്നും FIR-ൽ പറയുന്നു. പരിക്കേറ്റ വിദ്യാർത്ഥി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞാനും എൻ്റെ ഫ്രണ്ടും ഈ എക്സാം കഴിഞ്ഞിട്ട് 12 മണി ആ സമയത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ പെരക്കേക്ക് പോകുന്നുണ്ടായിരുന്നു. പോകുമ്പോൾ ഒരു 10-12 ആൾ വന്നിട്ട് എന്നെ ഒരു കാരണവും ഇല്ലാതെ ഒരു ഇതും ഇല്ലാതെ എന്നെ നല്ലോണം തച്ച് എന്നെ ചവിട്ടി എല്ലാം ചെയ്തിട്ട് അടുക്കുള്ള വീട്ടുകാർ വരുമ്പോൾ ഇവർ എല്ലാവരും രക്ഷപ്പെട്ട് പാഞ്ഞിട്ട്. എന്നിട്ട് എൻ്റെ ചങ്ങായി അതിൻ്റെ ഇടയിൽ എന്നെ തടുക്കാൻ വരുമ്പോൾ ഓനെയും ഇവർ പിടിച്ചു മാറ്റിയിട്ട് വേറെ 2 എണ്ണം കൊടുത്തിന്. എന്നിട്ട് ആ വീട്ടുകാർ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. ഇവർ നല്ലോണം ടച്ച്, ഇവർ കുറേ ആളുണ്ടായിന്. എന്നിട്ട് ലാസ്റ്റ് മുഖത്തും കൂടി ചവിട്ടിയിട്ട് നല്ലോണം കുത്തി, നല്ലോണം എന്തെല്ലോ ചെയ്തിന്. ഞാൻ ഒറ്റയ്ക്കുണ്ടായി. ഇവർ 10-12 ആളുണ്ടായിന്. എൻ്റെ നെഞ്ഞ്, ഷോൾഡർ എല്ലായിടത്തും കുത്തിയിട്ട് ഇവർ ആ വീട്ടുകാരുണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. വീട്ടുകാർ വരുമ്പോൾ ഇവർ എല്ലാവരും പാഞ്ഞ്. ഞാൻ ഒറ്റയ്ക്ക് മാത്രം ഉണ്ടായത്. എൻ്റെ ആരും ഉണ്ടായില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിന്, വേറെ ഫ്രണ്ടിൻ്റെ പെരക്കേക്കാന്ന് പോകുന്നുണ്ടായി. അപ്പോൾ ഇവർ വന്നിട്ട് ഒരു 10-12 ആളുണ്ടാവും. എന്നിട്ട് എല്ലാവരും എത്തിയിട്ട് ഒരു കാരണം ഉണ്ടായിട്ട് അതിന് വേണ്ടിയിട്ട് എന്നെ തച്ചിട്ട് ആ വീട്ടുകാരുണ്ടായതുകൊണ്ട് ഇവർ പോയി. അല്ലെങ്കിൽ ഞാൻ അവിടെ ബാക്കി എങ്ങനെ ആയില്ലായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് കരിന്തളത്ത് വീട്ടമ്മയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം സ്വാഭാവിക മരണമെന്ന് പ്രാഥമിക നിഗമനം. കരിന്തളം തോളേനി മുത്തപ്പൻ ക്ഷേത്ര പരിസരത്തെ പി ലക്ഷ്മിക്കുട്ടിയമ്മയാണ് മരിച്ചത്. നീലേശ്വരം കരിന്തളത്ത് വീട്ടമ്മയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കരിന്തളം ഗവൺമെന്റ് കോളേജിന് സമീപം റോഡരികിൽ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന സി ലക്ഷ്മിക്കുട്ടിയമ്മയെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ വീട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. 80 വയസ്സുകാരിയായ ലക്ഷ്മിക്കുട്ടിയമ്മ തൊഴിലുറപ്പ് തൊഴിലാളി കൂടിയാണ്. നേരം വൈകിയിട്ടും വീട്ടിൽ ലൈറ്റ് കാണാത്തതിനാൽ പരിസരവാസികൾ അന്വേഷിച്ചപ്പോഴാണ് വീടിന്റെ അടുക്കള ഭാഗം തുറന്ന നിലയിൽ കാണപ്പെട്ടത്. തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് ലക്ഷ്മിക്കുട്ടിയമ്മയെ അകത്ത് വീണുകിടക്കുന്ന നിലയിൽ കണ്ടത്. വീടിന്റെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു, ഗേറ്റ് പൂട്ടിയ നിലയിലും. വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നീലേശ്വരം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയാണ് മരണം സ്ഥിരീകരിച്ചത്. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി.
കഴിഞ്ഞ വർഷം ഇതേ വീട്ടിൽ നിന്നും സ്വർണം കവർച്ച ചെയ്തിരുന്നു. ഈ കേസിൽ പ്രതികളെ കണ്ടെത്തുവാനായിരുന്നില്ല. സ്വാഭാവിക മരണമെന്നാണ് പ്രാഥമിക നിഗമനം. CPIM കരിന്തളം വെസ്റ്റ് ബ്രാഞ്ച് അംഗമാണ് ലക്ഷ്മിക്കുട്ടിയമ്മ. പരേതനായ രവീന്ദ്രൻ നായരാണ് ഭർത്താവ്. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. ഹൊസ്ദുർഗ് പോക്സോ കോടതിയിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. അഡീഷണൽ ജില്ലാ ജഡ്ജ് PM സുരേഷ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ഹൊസ്ദുർഗ് പോക്സോ കോടതിയിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. അഡീഷണൽ ജില്ലാ ജഡ്ജ് PM സുരേഷ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ബെഞ്ച് ക്ലർക്ക് പ്രതീഷ് സ്വാഗതം പറഞ്ഞു. പബ്ലിക് പ്രോസിക്യൂട്ടർ ഗംഗാധരൻ, ശശിധരൻ മയ്യിച്ച, ഹോംഗാർഡ് PK ജയൻ, സുമ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 1 ലക്ഷം വളച്ചോക്കുകൾ കർഷകരിലെത്തിച്ച് കാസർഗോഡ് പടന്നക്കാട് കാർഷിക കോളേജ്. 11 മൂലകങ്ങളടങ്ങിയ വളച്ചോക്കിന് ആവശ്യക്കാർ ഏറെയാണ്. കാർഷിക കോളേജ് മണ്ണ് ശാസ്ത്ര വിഭാഗമാണ് ചോക്ക് നിർമ്മിക്കുന്നത്. PG ഗവേഷണത്തിന്റെ ഭാഗമായി പടന്നക്കാട് കാർഷിക കോളേജിലെ മണ്ണ് ശാസ്ത്ര വിഭാഗം 4 വർഷം മുൻപാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ വളച്ചോക്ക് നിർമ്മാണം തുടങ്ങിയത്. 25 ഗ്രാം തൂക്കമുള്ള ചോക്കുകൾക്ക് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇന്ന് ആവശ്യക്കാർ ഏറി വരികയാണ്. പച്ചക്കറി വിളകൾ പരിപാലിക്കുന്ന ഗ്രോ ബാഗുകളിലേക്ക് 2 വീതം ചോക്കുകൾ വെച്ചാൽ മികച്ച വിളവ് ലഭിക്കും. ആദ്യ വളച്ചോക്ക് വെച്ച് 35 ദിവസം പിന്നിടുമ്പോഴാണ് രണ്ടാമത്തെ ചോക്ക് മണ്ണിലേക്ക് താഴ്ത്തി വയ്ക്കേണ്ടത്. വീടിന്റെ ടെറസുകളിലും ഫ്ളാറ്റുകളിലും പച്ചക്കറി കൃഷി നടത്തുന്നവരാണ് ചോക്കുകൾ കൂടുതലായും കൊണ്ടുപോകുന്നത്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം, സൾഫർ, മഗ്നീഷ്യം, സിങ്ക് എന്നിവ അടക്കം 11 മൂലകങ്ങളടങ്ങിയ വളച്ചോക്കുകൾ 600 എണ്ണം വീതം 3 ദിവസം കൊണ്ട് സോയിൽ സയൻസ് ലാബിൽ നിർമ്മിച്ചു വരുന്നു. ഈ ഒരു ആശയം ശരിക്കും പറഞ്ഞാൽ രൂപകൽപ്പന ചെയ്തത് നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ ഡീൻ ഡോക്ടർ PR സുരേഷ് എന്ന് പറഞ്ഞ സാറിന്റെ ഒരു ഐഡിയ ആയിരുന്നു. അപ്പൊ സാറ് ഇങ്ങനെ ചിന്തിച്ചു. അതായത് നമുക്കിപ്പം സിറ്റികളിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ഒന്നിനും സമയമില്ല. അപ്പോൾ അവരാണെങ്കിൽ പൊതുവെ അവര് ടെറസിലാണ് കൃഷി ചെയ്യുന്നത്. നമുക്ക് കർഷകരെ പോലെ അവർക്ക് വളക്കടയിൽ പോയി വളം വാങ്ങിക്കാനോ അങ്ങനെയൊന്നും സമയമില്ല. അപ്പൊ എങ്ങനെ നമുക്ക് അവർക്കൊരു പോഷക മൂല്യങ്ങളുള്ള ഒരു എന്തെങ്കിലും ഒരു വളക്കൂട്ട് രൂപകൽപ്പന ചെയ്യാം എന്നുള്ളൊരു ആശയത്തിലാണ് ഒരു PG ഗവേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ആദ്യമായിട്ട് ഈ വളച്ചോക്ക് ഒരു 2019-20 കാലയളവിലാണ് അത് ആദ്യമായിട്ട്. പക്ഷെ നമുക്ക് അതിന്റെ രൂപം ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. പിന്നെ നമുക്ക് സ്റ്റേറ്റ് പ്ലാനിന്റെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ഈ വളച്ചോക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടി. അപ്പൊ അതിന്റെ ഫണ്ടിങ്ങിലൂടെയാണ് നമുക്ക് ഈ ഇന്ന വളങ്ങള് ഇത്ര രൂപത്തില് ഇപ്പം അതായത് വേണ്ടുന്ന അനുപാതത്തിൽ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ പ്രഥമ മൂലകങ്ങളുണ്ട്, ദ്വിതീയ മൂലകങ്ങളുണ്ട്, സൂക്ഷ്മ മൂലകങ്ങളുണ്ട്. അപ്പൊ ഈ 11 മൂലകങ്ങളും കൃത്യമായ അനുപാതത്തിൽ നമുക്ക് ഇതില് ലയിപ്പിച്ച് അങ്ങനെ ഒരു ചോക്ക് രൂപത്തിൽ എത്തിക്കാൻ സാധിച്ചത് ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നേരത്തെ നമ്മൾ പല ഫാമേഴ്സിനും ട്രയൽസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ മുളക്, പിന്നെ ചീര, പിന്നെ വെണ്ട, വഴുതിന, പിന്നെ നമ്മുടെ പടവലം, പാവല, ഇങ്ങനെ എല്ലാത്തിലും നമ്മളിത് വളച്ചോക്ക് നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നല്ല രീതിയിലുള്ള വിളവ് വർധന കാണാൻ സാധിച്ചു. അപ്പൊ അങ്ങനെ മൊത്തമായിട്ട് നമുക്കൊരു 90,000 1 ലക്ഷത്തിലടുത്ത് നമ്മൾ സ്റ്റിക്കുകൾ ഇപ്പോൾ ഇതുവരെയായിട്ടും ഒരു 4 വർഷത്തിന് മുകളിലായി ഇത്രയും നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ നിതീഷാണ്, പടന്നക്കാട് കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. എല്ലാ മൂലകങ്ങളും ചെടികൾക്ക് ആവശ്യമായ അനുപാതത്തിൽ നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വളച്ചോക്ക് രൂപപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ചെടികൾക്ക് വേണ്ട മൂലകങ്ങൾ എന്ന് പറയുമ്പോൾ പ്രാഥമികമായിട്ട് വേണ്ട നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അതുപോലെ ദ്വിതീയമായിട്ട് വേണ്ട കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, പിന്നെ സൂക്ഷ്മ മൂലകങ്ങളായിട്ടുള്ള അയൺ, കോപ്പർ, സിങ്ക്, മാംഗനീസ്, ബോറോൺ, ഈ മൂലകങ്ങളൊക്കെ തന്നെ ഒരു പ്രത്യേക അനുപാതത്തിൽ കിട്ടിക്കഴിഞ്ഞാലാണ് ചെടികൾക്ക് നല്ലതായി വളരാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു മൂലകം കൂടുകയോ അല്ലെങ്കിൽ വല്ലാതെ കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ എല്ലാ മൂലകങ്ങളും കൃത്യമായ രീതിയിൽ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വളമാണ് ഈ വളച്ചോക്ക് എന്ന് പറയുന്നത്. അത് നമുക്ക് ഒരു ചെടിക്ക് വേണ്ടി 1-2 പ്രാവശ്യമായിട്ട് ചട്ടിയുടെ കയ്യിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ മൂലകങ്ങളും കിട്ടുമെന്നുള്ളതാണ് ഈ വളച്ചോക്കിന്റെ ഉപയോഗം. ചാണകം മറ്റൊന്നും വേണ്ട. ചാണകം എന്ന് പറയുന്നത് അതൊരു ജൈവവളം എന്ന രീതിയിലാണല്ലോ കൊടുക്കുന്നത്. ചാണകത്തിനൊക്കെ നമുക്ക് വേണമെങ്കിൽ കൂടെ കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട മൂലകങ്ങളൊക്കെ കൃത്യമായ അനുപാതം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കലും ഒരു വളപ്രയോഗത്തിന്റെ ഒരു ദൂഷ്യഫലങ്ങൾ ഇതിലുണ്ടാവില്ല. ഇപ്പൊ ചാണകം എന്ന് പറയുന്നത് ജൈവവളമാണല്ലോ.
അതിപ്പോൾ നമ്മൾ അത് ജൈവവളമായിട്ട് നമ്മൾ കൊടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ രാസവളങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ചെടികൾക്ക് വേണ്ട അളവിൽ കൊടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. അത് കൃത്യമായ അനുപാതത്തിൽ കൊടുക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് വളച്ചോക്കിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. ഒരു അമിതമായ രീതിയിലുള്ള പ്രയോഗമോ അല്ലെങ്കിൽ ആവശ്യത്തിൽ കുറഞ്ഞ അളവിലുള്ള പ്രയോഗമോ രണ്ടും അപകടമാണ്. അത് രണ്ടും ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായ രീതിയിലുള്ള ഒരു പ്രയോഗം എല്ലാ മൂലങ്ങളും ലഭ്യമാക്കുന്നു എന്നുള്ളതാണ് ഈ വളച്ചോക്കിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഇത് പിന്നെ പച്ചക്കറികൾക്കാണോ കൂടുതലും നൽകുന്നത്? അതെ, പച്ചക്കറികൾക്കാണ്. ഇപ്പൊ നമ്മൾ ചെടിച്ചട്ടികൾ വളർത്തുന്ന പച്ചക്കറികളാണ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി വീണ്ടും ഇതിന്റെ ഗവേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ബാക്കിയുള്ള വിളകളിലേക്കും അത് ഭാവിയിൽ രൂപപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. വളച്ചോക്ക് ഒന്നിന് 5 രൂപയാണ് വില. മുളക്, തക്കാളി, വെണ്ട, പാവൽ, വഴുതന, ക്യാബേജ് തുടങ്ങി 10ലേറെ കൃഷികൾക്ക് ആവശ്യമായ ന്യൂട്രീഷൻ സ്റ്റിക്കുകളാണ് കർഷകർക്കായി കാർഷിക കോളേജിൽ നിന്നും വിതരണം ചെയ്തു വരുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് അപ്സര സ്കൂളിലെ കുട്ടിപ്പറവകൾ ലോക സമാധാനത്തിനായി നൃത്തം ചെയ്തു. കുട്ടികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് തടയിടുക എന്ന ലക്ഷ്യത്തോടെയാണ് നിഷ്കളങ്കതയുടെ ചിറകുകൾ എന്ന് പേരിട്ട നൃത്തശില്പം സംഘടിപ്പിച്ചത്. ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നമാണ് രാജ്യങ്ങൾ തമ്മിലുള്ള ആക്രമണങ്ങൾ. ഇതിൽ ബലിയാടാകുന്നതാകട്ടെ കൂടുതലും കുട്ടികളാണ്. ഇത്തരം ആക്രമണങ്ങൾക്ക് വിരാമമിടുവാൻ സമാധാന സന്ദേശവുമായാണ് അപ്സരയിലെ കുട്ടികൾ നിഷ്കളങ്കതയുടെ ചിറകുകൾ എന്ന് പേരിട്ട നൃത്തശില്പം സംഘടിപ്പിച്ചത്. അപ്സര പബ്ലിക് സ്കൂളിലെ ഹ്യൂമൻ റൈറ്റ്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലാണ് 150ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഈ നൃത്തശില്പം ഒരുക്കിയത്. വിങ്സ് ഓഫ് ഇന്നസെൻസ് എന്ന പേരിൽ ലോകത്തിന് സമാധാന സന്ദേശം നൽകുക എന്നതും യുദ്ധഭൂമികളിൽ ദുരിതമനുഭവിക്കുന്ന കുട്ടികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്നതുമാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരിപാടിയിൽ 150ൽ പരം കുട്ടികൾ പങ്കെടുത്തു. യുവകവി ഫൈസൽ കന്മനം എഴുതിയ ഗാനത്തിന് മെഗാ ഒപ്പനകളുടെ ശില്പിയും പ്രശസ്ത മാപ്പിള കലാകാരനുമായ ജുനൈദ് മെട്ടമ്മലിന്റെ പരിശീലനത്തിൽ കുട്ടികൾ പറവകളുടെ രൂപത്തിൽ ചുവടുവെച്ചു. സന്തോഷപ്പൂങ്കാവിൽ സങ്കടം പെയ്യുമ്പോൾ പൈതങ്ങൾ ഞങ്ങളെ നെഞ്ചം പിടയുന്നു. സ്നേഹത്തിൻ കൂടുകൾ തല്ലിപ്പൊളിച്ചുള്ള ദുഃഖത്തിൻ കാഴ്ചകൾ തുഞ്ചിക്കരയുന്നു. സന്തോഷപ്പൂങ്കാവിൽ സങ്കടം പെയ്യുമ്പോൾ പൈതങ്ങൾ ഞങ്ങളെ നെഞ്ചം പിടയുന്നു. സ്നേഹത്തിൻ കൂടുകൾ തല്ലിപ്പൊളിച്ചുള്ള ദുഃഖത്തിൻ കാഴ്ചകൾ തുഞ്ചിക്കരയുന്നു. കരയുന്ന കുഞ്ഞുങ്ങൾ കഥനങ്ങൾ കാണുവാൻ കഴിവില്ലുടയോനെ കരുണ നിറക്കേണേ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബദിയടുക്ക വള്ളപ്പതവ് വീണവാദിനി സംഗീത വൈദിക താന്ത്രിക വിദ്യാപീഠത്തിൽ വാർഷികാഘോഷം 25 മുതൽ 28 വരെ നടക്കും. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിവിധ സാംസ്കാരിക പരിപാടികൾ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബദിയടുക്ക വെള്ളപ്പതവ് വീണാവാദിനി സംഗീത വൈദിക താന്ത്രിക വിദ്യാപീഠം വാർഷികാഘോഷം 25 മുതൽ 28 വരെ വിവിധ സാംസ്കാരിക പരിപാടികളോടുകൂടി നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 25-ന് ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. ലക്ഷാർച്ചന, ചക്രാബ്ദ്യ പൂജ തുടങ്ങി വിവിധ പരിപാടികൾ നടക്കും. 26-നാണ് ഉദ്ഘാടന സഭ നടക്കുക. എടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമിജി ഉദ്ഘാടനം നിർവഹിക്കും. നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. 27-ന് സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ വിവിധ പരിപാടികൾ അവതരിപ്പിക്കും. തന്ത്രിവര്യൻ ബാലകൃഷ്ണ ഭട്ട് പൈറുക്കുണി അവർക്ക് ഗുരുപൂജ നടത്തും. തുടർന്ന് ഹിന്ദുസ്ഥാനി സംഗീതം, ഭരതനാട്യം എന്നിവ നടക്കും. 28-ന് യോഗ സംഗീത പരിപാടി, തുടർന്ന് വിവിധ പരിപാടികളോടുകൂടി വാർഷികാഘോഷം സമാപിക്കും. 2025 ഡിസംബർ 25 മുതൽ 28 വരെ വേദനാഥ യോഗ തരംഗിണി എന്നുള്ളൊരു
വലിയ സംഗീതോത്സവം ഇവിടെ നടക്കാൻ പോകുന്നു. ഇതിൽ ആദ്യത്തെ 2 ദിവസം സംഗീതത്തോടു കൂടിയിട്ട് പൂജകളും, അതായത് നവാവരണ കൃതികൾ നവാവരണ ശ്രീചക്ര പൂജയിലൂടെ, നവഗ്രഹ കൃതികൾ നവഗ്രഹ പൂജയിലൂടെ ഇവിടെ നടത്തുന്നു. ഇതിൽ നമ്മുടെ ബ്രഹ്മശ്രീ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹമാണ് ഇതിൻ്റെ കാർമ്മികത്വം വഹിക്കുന്നത്. അതോടൊന്നിച്ച് ഇപ്രാവശ്യം ഒരു ഗുരുപൂജയും നടത്തുന്നുണ്ട്. അതിൽ തന്ത്രവിദ്യാപീഠത്തിൽ ഇപ്പോൾ പ്രിൻസിപ്പാളായിരിക്കുന്ന ബ്രഹ്മശ്രീ ബാലകൃഷ്ണ ഭട്ട് അദ്ദേഹത്തിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി 2 ദിവസം ഹിന്ദുസ്ഥാനി മ്യൂസിക്കും ഭരതനാട്യവും, അത് കഴിഞ്ഞിട്ടുള്ള 28-ാം തീയതി TNS കൃഷ്ണ ചെന്നൈ അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയ സംഗീത പരിപാടികളും ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ ഭാരതീയ കലകൾക്ക് എല്ലാത്തിനും ഒരേ വേദിയിൽ നമുക്ക് ഇതിനെ കൊണ്ട് എത്തിക്കണം എന്നുള്ളൊരു കാര്യമാണ് മനസ്സിൽ. അപ്പോൾ അതിനുള്ളൊരു ശ്രമത്തിലാണ് വീണാവാദിനി. അപ്പോൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരുടെയും ആശംസകളും അനുഗ്രഹങ്ങളും ഒക്കെ നമ്മുടെ കൂടെ വേണം. യോഗി ശർമ്മ, രാധാകൃഷ്ണ ഭട്ട്, ഗോവർദ്ധൻ ഭട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. രാവണേശ്വരം കോതോളംകര ദുർഗാ ഭഗവതി ക്ഷേത്ര നവീകരണ കലശ ഒറ്റത്തിറ കളിയാട്ട മഹോത്സവം, ആചാര്യ വരവേൽപ്പും സാംസ്കാരിക സമ്മേളനവും നടന്നു. ഡിസംബർ 21 മുതൽ 25 വരെ നടന്നുവരുന്ന രാവണേശ്വരം കോതോളംകര ദുർഗാ ഭഗവതി ക്ഷേത്ര നവീകരണ കലശത്തിന്റെയും ഡിസംബർ 28 മുതൽ 31 വരെയുള്ള ഒറ്റത്തിറ കളിയാട്ട മഹോത്സവത്തിന്റെയും ഭാഗമായി അരവത്ത് KU പത്മനാഭ തന്ത്രിക്കും മറ്റ് ഉപ ആചാര്യന്മാർക്കും ഊഷ്മളമായ ആചാര്യ വരവേൽപ്പ് നൽകി. ക്ഷേത്ര കവാടത്തിൽ നിന്നും പൂർണ്ണ കുംഭത്തോടുകൂടി ആചാര്യ വരവേൽപ്പിൽ താലപ്പൊലി, മുത്തുകുട, വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചാനയിച്ചു. തുടർന്ന് നവീകരണ കലശത്തിനായി തന്ത്രികൾക്ക് ക്ഷേത്ര ഭാരവാഹികൾ ചേർന്ന് ക്ഷേത്രത്തെ ഏൽപ്പിക്കുന്ന ചടങ്ങ് നടന്നു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. ഒരു അലോസരം അങ്ങനെയുള്ളൊരു ജീവിതം കൊണ്ട് കാര്യമില്ല. അപ്പോൾ ചിരിച്ചുകൊണ്ട് ജീവിക്കണം. അതിനെന്ത് വേണം? ചിരിച്ചുകൊണ്ട് ജീവിക്കണമെങ്കിൽ ഒന്ന്, നമ്മുടെ സമൂഹം ആ നിലയിലേക്ക് വികസിച്ചു വരണം. മനുഷ്യൻ പരസ്പരം സ്നേഹമുള്ളവരാവണം. വിദ്വേഷം തീരെ പാടില്ല. സ്നേഹിക്കാൻ പറ്റുമോ എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അത് കുടുംബത്തിൽ വേണം, നാട്ടിൽ വേണം, സമൂഹത്തിലാകെ വേണം, എല്ലാ സ്ഥലത്തും വേണം. നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉത്സവമാണ് നടത്തുന്നത്. അപ്പുറത്ത് പള്ളിയിൽ ഉറൂസുണ്ടാകും. മറ്റൊരു ക്രിസ്ത്യൻ ചർച്ചിൽ അവിടെ മറ്റൊരു ഉത്സവം കാണും. ഇതെല്ലാം നമ്മൾ സ്നേഹത്തോടു കൂടി കാണണം. അത് ഇന്നാളതല്ലേ, അതിന് വലിയ കാര്യമൊന്നുമില്ല എന്ന് വിദ്വേഷത്തിൻ്റെ അല്ലെങ്കിൽ അതിനെ അപകീർത്തിപ്പെടുത്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള വാക്കുകളോ പരാമർശങ്ങളോ നോക്കുകളോ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. ആഘോഷ കമ്മിറ്റി ചെയർമാൻ N. കുഞ്ഞിക്കേളു നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക സമ്മേളനത്തിൽ പ്രമുഖ പ്രഭാഷകൻ VK സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ K. സബീഷ്, KK സോയ, ക്ഷേത്രം പ്രസിഡന്റ് N. അശോകൻ നമ്പ്യാർ, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, അഡ്വക്കേറ്റ് PV സുരേഷ്, രവീന്ദ്രൻ രാവണേശ്വരം, O. മോഹനൻ, A. ബാലൻ, A. തമ്പാൻ, സജിത ബാലൻ എന്നിവർ സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ VV ഗോവിന്ദൻ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ P. പ്രകാശൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് ക്ഷേത്ര മാതൃസമിതിയുടെ മെഗാ തിരുവാതിരയും മടിയൻ കൈകൊട്ടിക്കളി സംഘത്തിന്റെ മിക്സഡ് കൈകൊട്ടിക്കളിയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ടൗൺ ലയൺസ് ക്ലബ്ബ് ചാർട്ടർ നൈറ്റ് സംഘടിപ്പിച്ചു. പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ OV സനൽ ഉദ്ഘാടനം ചെയ്തു. ആദരിക്കുന്ന ചടങ്ങും നടന്നു. കാഞ്ഞങ്ങാട് ടൗൺ ലയൺസ് ക്ലബ്ബ് ചാർട്ടർ നൈറ്റ് സംഘടിപ്പിച്ചു. ഫാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ OV സനൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആൾക്കാർ വരുമ്പം അത് ആ രീതിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. നമ്മുടെ പഴയ ആൾക്കാർ കുറച്ചൊന്ന് മാറി നിൽക്കും. അങ്ങനെയാണല്ലോ പതിവ്. ഞാൻ നേരത്തെ പ്രശാന്ത് പറഞ്ഞ പോലെ 2020 കോവിഡ് കാലഘട്ടത്തിലെ ഗവർണറായിരുന്നു. പക്ഷേ ആ കോവിഡ് കാലഘട്ടമാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അധികം ഒരു ഹെൽപ്പ്
ഒരു സർവീസ് സേവനം സമൂഹത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കാലഘട്ടമായിരുന്നു ആ 2020-21 കാലഘട്ടം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ ഏറ്റവും സഹായം വേണ്ടി വന്ന ഒരു കാലഘട്ടമായിരുന്നു. എല്ലാ തരത്തിലും മാനസികമായിട്ടായാലും ശാരീരികപരമായിട്ടായാലും ഏത് മേഖലകളിലും ഒരു സഹായം വേണ്ടി വന്ന ഏറ്റവും ഒരു വലിയ കാലഘട്ടമായിരുന്നു ആ 2020-21 കാലഘട്ടം. നമുക്ക് ആ കോവിഡിനെ കൊണ്ട് ജനങ്ങൾ കഷ്ടത അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ലയൺസ് പ്രസ്ഥാനത്തിന് അത് വലിയൊരു മുതൽക്കൂട്ടായിട്ട് മാറിയിട്ടുണ്ട് ആ കോവിഡ് കാലഘട്ടം. ഞാൻ കൃഷ്ണകുമാരി ഡോക്ടർ പ്രത്യേകം എടുത്ത് പറയാണ്. കാരണം വെച്ചാൽ അന്ന് ഒന്നും ചിന്തിക്കാതെ 1 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ തന്നിട്ട് കൃഷ്ണകുമാരി ഡോക്ടർ പറഞ്ഞു ഏതിനു വേണ്ട എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ ചെയ്തു പോകുന്നത്. ചാർട്ടർ നൈറ്റിൽ വെച്ച് ചാർട്ടർ മെമ്പർമാരെയും MJF PMJF അംഗങ്ങളെയും ആദരിക്കുന്ന ചടങ്ങും ഫാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ OV സനൽ നിർവഹിച്ചു. കാഞ്ഞങ്ങാട് ടൗൺ ലയൺസ് ക്ലബ് പ്രസിഡന്റ് HK കൃഷ്ണമൂർത്തി അധ്യക്ഷത വഹിച്ചു. സോണൽ ചെയർപേഴ്സൺ ഡോക്ടർ C ശ്യാമള, ജില്ലാ സെക്രട്ടറി V വേണുഗോപാൽ, പ്രിൻസിപ്പൽ അഡ്വൈസർ K ഗോപി, ചാർട്ടർ പ്രസിഡന്റ് ബാലകൃഷ്ണൻ നമ്പ്യാർ എന്നിവർ സംസാരിച്ചു. NR പ്രശാന്ത് സ്വാഗതവും K കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ട്രഷറർ നിട്ടൂർ തമ്പാൻ നായർ, സെക്രട്ടറി രത്നാകരൻ ചെമ്മട്ടം വയൽ, ഡോക്ടർ കൃഷ്ണകുമാരി, CPV വിനോദ് കുമാർ, നാരായണൻകുട്ടി നായർ, ഡോക്ടർ ശശിധര റാവു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടരുന്നു. ഇൻഷുറൻസ് പ്രീമിയം വർധനവ് പിൻവലിക്കണമെന്ന ആവശ്യം കോൺഫെഡറേഷൻ ഓഫ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ മോട്ടോർ വാഹന തൊഴിലാളികൾ RT ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കോൺഫെഡറേഷൻ ഓഫ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ മോട്ടോർ തൊഴിലാളികൾ RT ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കോൺഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞു 22 വർഷത്തേക്ക് കുടിക്കണ്ട. കേരളം ഏറ്റവും വലിയ മാർക്കറ്റാണ്, മനസ്സിലായിക്കോളൂ. മുതലക്കോളി എന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും വാഹനമുള്ള ഏക സംസ്ഥാനം ഈ കേരളമാണ്. മോട്ടോർ സൈക്കിൾ ഇല്ലാത്ത ഒരു കുടുംബമില്ല കേരളത്തിൽ. അങ്ങനെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കേരളത്തിൽ ഇനി അടുത്ത 7 വർഷക്കാലം കച്ചവടം നടക്കില്ല. അപ്പൊ കണ്ട ബുദ്ധിയാണ്. ആരുടെ ബുദ്ധി? രാജ്യത്തെ കുത്തക പോരാളിമാരുടെ, വാഹന നിർമ്മാതാക്കളുടെ, രാജ്യത്തെ സമ്പന്ന വർഗത്തിന്റെ കോടീശ്വരന്മാരുടെ ആഫീസിനകത്താണ് പ്രിയപ്പെട്ടവര് ഈ നിയമം വന്നത്. നിങ്ങൾ വണ്ടി പൊളിക്കില്ലേ? എന്നാൽ പൊളിക്കാതിരിക്കുന്ന വണ്ടി CM എടുക്കുന്നത് കാണുക. ഏക വിഷയമായിട്ട് പ്രഖ്യാപിച്ചത് എവിടെ ചർച്ച നടത്തി? ഇവിടെ സൂചിപ്പിച്ചല്ലോ കണക്കുകൾ നീതി ജനതല്ലേ. ആലോചിച്ചു. മോട്ടോർ സൈക്കിൾ വെറുതെ മോട്ടോർ സൈക്കിൾ ഇപ്പൊ ഇറക്കുന്നത് 650 രൂപയാണ്. അത് 70 കാലപ്പഴക്കമുള്ള വണ്ടിയാണെങ്കിൽ അത് 9000 രൂപയിൽ മാറും. മനസ്സിലായിക്കോളും. ഓട്ടോറിക്ഷയ്ക്ക് 660 ഇവിടെ പറഞ്ഞു 9060 രൂപയിൽ മാറും. പിന്നെ കാറിന് 17,000 രൂപയിൽ മാറും. 20 വർഷം കഴിഞ്ഞാൽ ഒരു ട്രക്ക് പുറത്തിറങ്ങണമെങ്കിൽ ഇപ്പോൾ കൊടുക്കുന്ന പണം 28,200 രൂപയിൽ മാറും. PA റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. TV വിനോദ്, ശ്രീജിത്ത്, AT ലോഹിതാക്ഷൻ, P രാഘവൻ എന്നിവർ സംസാരിച്ചു. വെങ്ങാട്ട് ശശി സ്വാഗതം പറഞ്ഞു. വാഹനങ്ങളുടെ വർദ്ധിപ്പിച്ച ഫിറ്റ്നസ് ഫീസ് പിൻവലിക്കുക, ഇൻഷുറൻസ് പ്രീമിയം വർധനവ് പിൻവലിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അകാലത്തിൽ പൊലിഞ്ഞുപോയ ധീരജവാൻ നിതിൻ നാരായണന്റെ വേർപാടിന്റെ 6ാം വാർഷിക ദിനത്തിൽ സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് സ്മരണ പുതുക്കി. ഛായാചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി പുഷ്പാർച്ചന നടത്തി. രാഷ്ട്ര സേവനത്തിനിടെ അകാലത്തിൽ പൊലിഞ്ഞുപോയ മടിയനിലെ ധീരജവാൻ നിതിൻ നാരായണന്റെ 6ാം വാർഷിക ചരമദിനാചരണത്തിന്റെ ഭാഗമായി മടിയനിലെ സുഹൃത്തുക്കളും നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ധീരജവാന്റെ സ്മരണ പുതുക്കി. നിതിൻ നാരായണന്റെ ബന്ധുക്കളായ അമ്പു, നാരായണൻ എന്നിവർ ചേർന്ന് ഛായാചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി. തുടർന്ന് പുഷ്പാർച്ചനയും നടന്നു. നിതിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും ചേർന്ന് ഞങ്ങൾ എല്ലാ വർഷവും ഇതുപോലെ ഈ ഓർമ്മ ദിനം ആചരിക്കാറുണ്ട്. മടിയനിലെ ഈ നാടിലെ ഏറ്റവും പ്രിയപ്പെട്ട നിതിൻ രാജ് രാഷ്ട്ര സേവനത്തിനിടയിലാണ് ഞങ്ങളെ വിട്ടുപിരിഞ്ഞത്. ഇന്നും വർഷം 6 കഴിഞ്ഞെങ്കിലും ഞങ്ങളുടെയൊക്കെ മനസ്സിലൊരു തീരാത്ത ദുഃഖമായി ഇന്നും ആ ദിനം നിൽക്കുകയാണ്. തീർച്ചയായും നിതിൻ രാജിൻ്റെ ഒളിമങ്ങാത്ത ഓർമ്മകൾ എന്നും ഈ നാട്ടിലെ മുഴുവൻ ആളുടെ മനസ്സിൽ നിലനിൽക്കും എന്നുള്ളത് ആണ് ഞങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ ഈ ചരമവാർഷിക ദിനം ആചരിക്കുന്നതിൻ്റെ മുന്നിലുള്ളത്. പാറപ്പള്ളി കുമ്പളയിലെ ബലികുടീരത്തിലും ദേശസ്നേഹത്തിന്റെ സ്മരണയുയർത്തി പുഷ്പാർച്ചനയും അനുസ്മരണ പരിപാടിയും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
പയ്യന്നൂർ രാമന്തളിയിൽ ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം നാടിനെ കണ്ണീരിലാഴ്ത്തി. കുടുംബ പ്രശ്നമാണ് മരണത്തിന് കാരണമെന്ന് നിഗമനം. പൂച്ചയെ രക്ഷിക്കുവാൻ കിണറ്റിലിറങ്ങിയ യുവാവ് കുടുങ്ങി. രക്ഷകരായി ഫയർഫോഴ്സ്. മംഗളൂരു ചെക്ക് പോസ്റ്റിന് സമീപം നിർത്തിയിട്ട ആംബുലൻസ് മോഷ്ടിച്ച് കടത്തി. സംഭവത്തിൽ 22കാരൻ പിടിയിൽ. ആരിക്കാടി ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട് തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നതായി ജില്ലാ കളക്ടർ. നിയമാനുസൃതമായി മാത്രമേ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകൂവെന്നും കളക്ടർ. കാസർഗോഡ് 15 വയസ്സുകാരനെ ആക്രമിച്ച കേസ്. 11 പേർക്കെതിരെ ഹൊസ്ദുർഗ് പോലീസ് കേസെടുത്തു. കാസർഗോഡ് കരിന്തളത്ത് വീട്ടമ്മയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം സ്വാഭാവിക മരണമെന്ന് പ്രാഥമിക നിഗമനം. 1 ലക്ഷം വളച്ചോക്കുകൾ കർഷകരിലെത്തിച്ച് കാസർഗോഡ് പടന്നക്കാട് കാർഷിക കോളേജ്. 11 മൂലകങ്ങളടങ്ങിയ വളച്ചാക്കിന് ആവശ്യക്കാരേറെ. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.